കാഞ്ഞങ്ങാട് മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം ആചാര സവിശേഷത കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. മീൻകോവ സമർപ്പണവും കലശം എഴുന്നള്ളത്തും തെയ്യവും കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് എത്തിയത്. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവമാണ് ആചാരത്തനിമ കൊണ്ട് ശ്രദ്ധേയമായത്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമാണ് മീൻകോവ സമർപ്പണവുമായി എത്തിയത്. പുഴയിൽ നിന്നും പിടിക്കുന്ന മത്സ്യം പ്രത്യേക രീതിയിൽ കോർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണിത്. അടോട്ട്, മുത്തേടത്ത് കുതിര, പെരളം വയൽ, മടിക്കൈ പെരിയങ്ങോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപ്പാലം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലശങ്ങളും ഇതോടൊപ്പം എഴുന്നള്ളി. ഈ കലശത്തിന് ഒരു മാസം മുമ്പിൽ ചിത്താരിപ്പുഴയിൽ മുമ്പിൽ ആരും ഇറങ്ങലില്ല. ഇപ്പം അതല്ല. ഇപ്പം ഏതെന്നാൽ ഞങ്ങൾ മറ്റുള്ള പുഴയിൽ നിന്ന് പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് ഒപ്പിക്കുന്നത് കലശത്തിന്. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം പുന്നക്കാൽ ക്ഷേത്രത്തില് ഇപ്പം ആരും ഈ പുഴയിൽ ഇപ്പം എല്ലാവരും ഇറങ്ങുന്നു. മുൻകാലങ്ങളിൽ ആരും ഇറങ്ങാറില്ല. അന്ന് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും കാപ്പ് കിടക്കലെന്നാണ് അന്ന് പറയല്. അന്ന് രാവിലെ പോവും. എന്നിട്ട് കടപ്പുറത്ത് ഇരുന്നിട്ടെല്ലാം കോവയിലാക്കി അങ്ങനെ ആക്കിയിട്ട് വായിക്കര തറവാട് എന്ന് പറഞ്ഞ ഉണ്ട്. ആ തറവാട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ കോവ എടുത്തിട്ട് വരുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പോൾ കൊല്ലത്തില് വർഷത്തിന് കൊണ്ടുവരുന്നത് 7 കോവ, അതായത് 49 മീൻ എന്നുള്ള കണക്കിലനുസരിച്ചിട്ടാണ് പണ്ട് ഗുരുകാരണവന്മാർ കൊണ്ടുവന്ന് അതേ അനുസരിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. കാളരാത്രി അമ്മയുടെയും ക്ഷേത്രപാലകനീശ്വരന്റെയും നടയിൽ ഭഗവതി ക്ഷേത്രപാലകന്റെയും തിരുമുടി ഉയർന്നതോടെ കലശങ്ങൾ ക്ഷേത്രം വലം വെച്ചു. കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പാരമ്പര്യ തനിമയോടെയാണ് ശേഖരിച്ചത്. കലശോത്സവത്തോടെ ക്ഷേത്രപരിധിയിലെ ഈ വർഷത്തെ തെയ്യക്കാലത്തിനും സമാപനമായി. ജനം, കാസർഗോഡ്.